ഏ എന്ത് കിടക്കണ്? ഞാനേ കൂട്ടാൻ വെക്കാൻ ഇന്ന് എന്തൊട്ടോ കൂട്ടാൻ വെക്കാൻ നോക്കിയപ്പോ വഴുതിനിങ്ങ പറഞ്ഞിട്ടുണ്ടായില്ലേ, അത് പൊട്ടിക്കാനായിട്ട് വന്നതാ. നീ എവിടേക്ക് പോയേ? അയ്യോ ഭയങ്കര വെയിലടി. സംസാരിക്കാം. ഞാനേ താഴത്തേക്ക് പോയതാ, കടലിക്ക് പോയതൊന്ന്. നീ പറഞ്ഞ കൂട്ടാൻ വെക്കൊന്നുമില്ല, ഇപ്പൊ മേടിക്കാൻ പോയതാ. പിള്ളേരിന്ന് ക്ലാസ്സിലില്ല, വീട്ടിലുണ്ടാ? ഇല്ല, പിള്ളേര് ട്യൂഷന് പോയിക്കാ. എന്റെ പിള്ളേര് എക്സാം ഒക്കെ ആയിരുന്നില്ലേ പിള്ളേർക്ക്? തന്നെ പരീക്ഷ തലവേദനയൊക്കെ കഴിഞ്ഞുള്ളൂ. പിള്ളേരൊക്കെ പഠിക്കും. എങ്ങനെയുണ്ട് അവര്? അവര് പിന്നെ നന്നായി പഠിക്കും. എല്ലാത്തിലും ഫെസ്റ്റാ. രണ്ടുപേരും ക്ലാസ്സിൽ ഫെസ്റ്റ് ആവുക. എനിക്ക് അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ എല്ലാവരും ട്യൂഷന് പോവല്ലോ വെച്ചിട്ട് പേരിന് ഞാൻ അങ്ങനെ ട്യൂഷന് പോകുന്നതാ. വീട്ടിലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വീട്ടിലൊക്കെ ഇരുന്ന് നന്നായി പഠിക്കണതാ. പിന്നെ അത് മാത്രല്ലാട്ടാ, ഡാൻസിലും പാട്ടിലും ഇപ്പൊ സ്പോർട്സിലും മൂത്ത ആള് നന്നായി ഡാൻസ് കളിക്കും. ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട് രണ്ടാളും. രണ്ടാമത്തെ ആളാണെന്ന് വെച്ചാൽ സൂപ്പറായി പാട്ട് പാടും. ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടം. എന്നെ എന്നും വിളിച്ചിട്ട് ടീച്ചേഴ്സ് പറയും, രണ്ട് കുട്ടികള് വേറെ സ്കൂളും ചേർത്തരുത്, അവര് ഇവിടെ തന്നെ 10 വരെ ചേർത്തിയോളോ എന്നൊക്കെ പറയും. അത്ര നന്നായിട്ട് പഠിക്കും. പിന്നെ എല്ലാത്തിലും ഫെസ്റ്റ് അല്ലേ. അവിടെ പിള്ളേരെങ്ങനെയുണ്ട്, പഠിക്കുവോ? അവര് കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ല, മാർക്കൊക്കെ ഉണ്ട്. അവിടെ കയറിയിരുന്നു, കുറച്ചേരം കഴിഞ്ഞിട്ട് പോവാ. തിരക്കുണ്ട് വീട്ടിൽ. പിള്ളേരെ സ്കൂൾ വിട്ട് വന്നപ്പനെ ട്യൂഷന് പോയേക്കാ. അത് കാരണം മാർക്കൊന്നും അറിഞ്ഞിട്ടില്ല. ഇനി വരുമ്പോഴും ക്ലാസ് ഫെസ്റ്റ് ഒക്കെ പിന്നെ മാർക്ക് ഇപ്പൊ നോക്കണ്ട, എല്ലാത്തിലും ഫെസ്റ്റ് ആയ കാരണം പിന്നെ ഫെസ്റ്റ് തന്നെയാ. എന്നാലും വരുമ്പോ ഒരു അമ്മ പേപ്പർ കിട്ടിയമ്മ, പേപ്പർ കിട്ടി. പേപ്പർ കിട്ടിയാ? അവർക്ക് അമ്മ വരുമ്പോ നോക്കാം. ചെല്ലേ, പേപ്പറൊക്കെ കിട്ടി തുടങ്ങിയ? എത്ര മാർക്ക് മക്കളെ? അമ്മ, അമ്മക്ക് ഈ പ്രാവശ്യം നല്ല സന്തോഷം. ചേച്ചിക്ക് ഈ പ്രാവശ്യം നല്ല കൂടുതലുണ്ട് മാർക്ക്. ആണോ? ചേച്ചി കഴിഞ്ഞ വർഷം 2 ആയിരുന്നില്ലേ, ഈ പ്രാവശ്യം 3 ഉണ്ട് ചേച്ചിക്ക്. പറയണ്ട, എനിക്ക് 2 അല്ല, 2 ചക്കരി കൂടണ 3. എനിക്ക് അത് ശരി. എനിക്ക് നീ എന്തുട്ടേ നോക്കണേ? അവൻ പോയിട്ട് കൊറേ നേരം, മോൻ പോയിട്ട് അത് റോട്ടിലേക്ക് വണ്ടി കൊണ്ട് പോയിക്കണത്. അപ്പൊ അവിടുത്ത് പഠിച്ചിട്ടില്ലല്ലോ, ഇവിടെ പേടിയോ ടെൻഷനാവുക. മോന്ന് പറയണത് 2-3 വയസ്സല്ല, 10-25 വയസ്സായതല്ലേ? അതെ, എന്നാലും അവൻ ആദ്യമായിട്ട് അപ്പൊ ഓടിച്ചു തുടങ്ങണല്ലോ വണ്ടി. എല്ലാത്തിനും ഇങ്ങനെ ടെൻഷൻ അടിച്ച എന്താടി? അവൻ വരും, നീ ഒന്ന് സമാധാനപ്പെട്. ഒന്നും കഴിക്കാണ്ടൊക്കെ പോയിക്കണത്. ഇനി വല്ല തല കറങ്ങ വെളുതൊക്കെ വരുമെന്ന് അറിയില്ലേ. വഴിയിൽ വെച്ചിട്ട് ഗ്ലൂക്കോസ് വാങ്ങിച്ചു കഴിക്കാൻ പറയും. ചെക്കന്ന് വന്ന് കിട്ടിയാൽ മതിയായിരുന്നു, മനുഷ്യനൊന്ന് സമാധാനായിട്ട് ഇരിക്കുക. വന്നാ എന്റെ മോനെ പോയതാ. ഒരു സാധനം കഴിക്കാണ്ട വല്ല തല കറങ്ങിയാലോ. പതുക്കാനല്ലേ വണ്ടി ഓടിച്ചു പോയത്. നീ വണ്ടിയും കൊണ്ട് പോകണ്ട, എനിക്ക് ഇവിടെ ഇരിക്കാൻ സമാധാനം. വന്നേ എന്തെങ്കിലും കഴിച്ചേ? മതേ ജ്യൂസ് ഉണ്ടാക്കി സിന്ധിക്കൊന്നും പോണ്ടെങ്കിൽ ഷോപ്പിൽ പോയിക്കൂടെ? രാത്രിയില് എല്ലാരും കൂട്ടുകാരായിട്ട് പോയിട്ട് വേണ്ട വേണ്ട വേണ്ട, നാളെ പോയാ മതി. അമ്മയ്ക്ക് ടെൻഷനാ മോനെ, ഉറങ്ങാൻ പറ്റില്ല. നീ വരുന്ന വരെ ഉറങ്ങാൻ പറ്റില്ലേ? പോണ്ട കുഞ്ഞാ. അതെ മോനെ, ഷൂ ഒക്കെ നോക്കിയോട്ടെ. ഫോണിലൊക്കെ കണ്ടിട്ടില്ലേ പാമ്പൊക്കെ കയറിയിരിക്കുന്നു പറയണത്? ഇതൊന്നും നോക്കിട്ടിട്ടോളട്ടെ മോനെ, അല്ലെങ്കിൽ അമ്മ നോക്കി വെച്ചോണ്ട്. ഇനി ഇട്ടോ കുഴപ്പമൊന്നുമില്ല ഇതില്. ഷൂ ഒക്കെ ഇടുമ്പോ എവിടെ കുഞ്ഞു ദൂരിത്തന്നെ ഒക്കെ നോക്കോട്ടെ. ഷൂ എവിടെ ഇരുന്നോ? അവിടെ ഇരുന്നിട്ടാ ഒന്നും പഠിക്കരുത്. രണ്ടാൾക്കും റോഡിലേക്ക് നോക്കിയിരുന്നോ? കൊറേ നേരം ഫോൺ വെച്ചിരിക്കുന്നു. ഫോൺ എടുത്തപ്പോ ഇവിടെ വന്നിരുന്നു. ഒന്നും പഠിക്കല്ലേ? പഠിക്കില്ലെങ്കിൽ വേണ്ട, എന്തെങ്കിലും കുടുംബത്തെ എന്തെങ്കിലും സഹായിച്ചൂടെ? ഞാൻ അവിടെ കിടന്ന് പണിയെടുന്ന് കണ്ടൂടെ? പിന്നെ കണ്ടല്ലോ ഒരു ഉപകാരം. ഒരക്ഷരം പഠിക്കാല്ലേ? കഴിഞ്ഞ പരീക്ഷയ്ക്ക് എത്രയായിരുന്നു മാർക്ക്? എത്രയായിരുന്നു മാർക്ക്? അത് മേടിച്ചാ മതി. അത് മേടിച്ച അവിടെ ഇരുന്നോ? എനിക്ക് മാർക്കില്ല പറഞ്ഞാൽ മേടിച്ചിരുന്നു. അതാണോ മാർക്ക്? എന്ത് ചേച്ചി അവിടെ പിള്ളേരൊക്കെ ആയിട്ട് തല്ല്? എന്റെ പിള്ളേ പറയണ്ട, ഇങ്ങനെ പിള്ളേരുണ്ടാവും. ഒരു വകയ്ക്ക് കൊള്ളില്ല. പഠിക്കാൻ പറഞ്ഞിട്ട് പഠിക്കാതിരിക്കുന്നത്, എന്നിട്ട് മാർക്ക് മേടിച്ചു കൊണ്ടുവരുന്നത്. ജയിച്ചാ മതിയാ. അവർക്ക് നല്ല മാർക്ക് ഉണ്ടല്ലോ. എന്റെ മോളുടെ ഒപ്പല്ലേ മൂത്ത മോള് പഠിക്കുന്നത്. അതൊന്നും കാര്യമില്ല, അതൊന്നും കിട്ടിയിട്ട് ഒരു കാര്യമില്ല ഇപ്പോഴത്തെ കാലത്ത്. അതെന്ന് വീട്ടിലെന്തെങ്കിലും ചെയ്ത് അതും രണ്ടെണ്ണം ഇങ്ങനെ കണ്ണ് തെറ്റി തല്ലുള്ളൂ. ഇങ്ങനത്തെ പറഞ്ഞ കേൾക്കാത്ത കുട്ടികളെ ഞാൻ കണ്ടിട്ടില്ല. അനിയോ നീലേ
വെറുതെ ഇരുന്നോളൂ ഒരു പണി ചെയ്യുക. ഇതെന്തത് നിങ്ങളുടെ ഈരി കഴിഞ്ഞിട്ട് മുടി ചേർത്ത് വെക്കരുതെന്ന് പറഞ്ഞിട്ടാ എന്തോരം പറഞ്ഞാലും കേൾക്കില്ല അല്ലേ? കൊണ്ട് കളഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടികളുണ്ടാവൂ?